വളരെ ആദരവോടുകൂടി സിയാദിനോടും ഷിബിയോടും നന്ദി പറയാം. എനിക്ക് ഞാൻ എൻ്റെ മനസ്സോട് ചേർത്ത് പിടിച്ച ഒരു സിനിമയാണ് മനസ്സിൽ കണ്ടതിനും അപ്പുറം ഇതിനെ മനോഹരമാക്കിയ സംവിധാനമാണ് എൻ്റെ പ്രിയപ്പെട്ട സിബി. അതിന് കൂടെ നിന്നാണ് സിയാദ്. ഇതിലെ പങ്കെടുത്ത അതിനുവേണ്ട ഈ ഭംഗി നൽകിയ എല്ലാവരും എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് അതിൽ നിറങ്ങൾ വാരിക നൽകിയത്. ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ആൾക്കാരൊന്നും അത് കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയിൽ ഡിറ്റാച്ച് ആകുന്നത് അത് എന്നെ എനിക്ക് തന്നെ സംരക്ഷിക്കാൻ സാവകാശമാണ്. ഇത് ഈ സിനിമയെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം സന്ദേശം എഴുത്തുകളൊക്കെ എനിക്ക് നിരന്തരം വരാറുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം വരെ ഇഷ്ടംപോലെ വരാറുണ്ട്. ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തില് മറുപടി എഴുതാറുണ്ട്. എന്നോട് ഒരാള് ഒരു കാര്യമായിട്ടൊരു ട്രെയിൻ യാത്രയിൽ ഒരാൾ പറഞ്ഞു, ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സിനിമയൊക്കെ കറക്റ്റ് സമയത്താണ് ഇറങ്ങിയത്, നിങ്ങൾ വരാൻ വൈകിപ്പോയത്. അല്ലാതെ ഈ കാലം തെറ്റിയ സിനിമ, കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. കാലം തെറ്റി നമുക്ക് ജനിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഇനി കാലം തെറ്റിയ സിനിമ 20 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എൻ്റെ കൂടെ ആരാണ്ടാവും? നമ്മളൊക്കെ പിന്നെയും കാലം തെറ്റിയതൊന്നുമല്ല. ഇവിടെയോ എന്തോ ആർക്കോ എന്തോ ആരോടോ പറയാനെന്ന് വിശാൽ കൃഷ്ണൻകുട്ടി പറയുന്നത് മാതിരി ആ പറയാനുണ്ടായിരുന്ന ആൾക്കാർക്ക് എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും. ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. 100% നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയുകയാണ്, എനിക്ക് ഇത് ഇപ്പോഴൊരു പുതിയ സിനിമയാണ്. ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായി മാറുമെന്ന ഉറച്ച വിശ്വാസം. എൻ്റെ അക്ഷരങ്ങൾ സത്യമാണ്. ഈ സിനിമ പൂർവാധികം ഭംഗിയായി വിജയിച്ചിരിക്കും. 24 വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ വീണ്ടും റീ-റിലീസ് ഞാൻ പറയില്ല, ഈ സിനിമ വീണ്ടും വരികയാണെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ മോഹൻലാലാണ്. ഇന്നും ഇവിടെയും ഉണ്ടാകും. അതിൻ്റെ ഒരു പ്രകാശം വളരെ പ്രധാനമാണ്. എനിക്ക് സത്യം പറഞ്ഞാല് ഒരു 24 വയസ്സ് പെട്ടെന്ന് വീട് കിട്ടിപ്പോയി. ഞാനിപ്പോൾ 2000-ലാണ്. നിങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഞാൻ 2000-ലെ ആൾക്കാരെയാണ്. 2000-ലെ അന്നത്തെ സിബി, അന്നത്തെ സിയാദ്, അന്നത്തെ ലാല്, അന്നത്തെ രഞ്ജിത്ത്. ഞാൻ രഞ്ജിത്തിനൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ രഞ്ജിത്തിനെ ഇപ്പോഴാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു അന്നത്തെ ആ രഞ്ജിത്തിനൊക്കെ ആ യാത്രകളും സംസാരങ്ങളും ഞാൻ എല്ലാം ഞാനിത്ര ഇമോഷണൽ സത്യം പറയാൻ അവിടെ ഇരിക്കുന്നത്. പലതും എന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് തമാശയോടെ സംസാരിക്കുന്നുണ്ട്. അതായത് സമയത്തിന് മുൻപേ നിങ്ങൾ ആരെ ഇറക്കാൻ പറ്റുന്നത് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സമയത്തിന് എനിക്ക് നമ്മളൊക്കെ പറയുന്നത് വെറും ഒരു ഘോഷക്കായ വർക്കാണ്. അത് ആൾക്കാരെ കണ്ടിട്ടില്ല അത്രയും. പക്ഷേ ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ അന്ന് കണ്ട ദേവദൂതനെയല്ല. അന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല. ഇത് 100% ഫ്രഷ് സിനിമയാണ്, പുതിയ സിനിമയാണ്, പുതിയ മോഹൻലാൽ ചിത്രം, പുതിയ സിബി മരിയ ചിത്രം, പുതിയ സിദ്ധാർത്ഥ ചിത്രം. നിങ്ങൾ കണ്ടു നോക്കൂ. വളരെ രസമാണ്, വളരെ മനോഹരമാണ്. ഞാൻ എന്ത് ചെയ്തു ഇന്ന് മുതലേ 4K റെസൊല്യൂഷൻ. ഇന്ന് മുതൽ ഞാൻ എല്ലാ അറ്റ്മോസ്ഫിയറും ആരെന്ത് പറഞ്ഞൊരു അറ്റ്മോസ്ഫിയർ എന്തൊരു രസമാണ്. 4K റെസൊല്യൂഷൻ. അതായത് മുൻപ് ഞാൻ വിവാഹിതനാണ്. അപ്പൊ എന്റെ ആ ദാമ്പത്യത്തെ ഞാനിപ്പോ കാണുന്നത് റീ-റിലീസ് ചെയ്തു. ഭയങ്കര രസമാണ്. എന്റെ സമയത്തോളം എനിക്ക് എല്ലാ പടങ്ങളും 4K ആക്കണം പറ്റുമെങ്കിൽ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ 4K ആക്കി. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും 4K ആണ്.
എന്താണ് ഈ 4K എന്നൊക്കെ ടൈമായിട്ട് ചോദിച്ചാൽ മതി, സന്തോഷം നിങ്ങൾ പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു 6K 8K ഒക്കെ ഉണ്ട്. പണ്ട് ഞങ്ങള് ഈ ഫിലിമിന്റെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് 16K ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്ന ഒരു വാക്കാണ് 4K അല്ലെങ്കിൽ Atmos. അതെ, അങ്ങനെ കാണാം. അതുകൊണ്ട് ഒരു 4K മോഹൻലാലിനെ കാണാൻ നിങ്ങൾ ക്ഷണിക്കുന്നു, 4K സിബിയെ കാണാൻ നിങ്ങൾ ക്ഷണിക്കുന്നു, 4K ടൈമിൽ കാണാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സന്തോഷം. നന്ദി, നമസ്കാരം. ഞാൻ